ഇന്ത്യാ ചരിത്രം. പ്രാചീന ഇന്ത്യ. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിന്റെ പിതാവായി പരിഗണിക്കുന്നത് ആരെ? അലക്സാണ്ടർ കണ്ണിങ്ഹാം. ആദ്യത്തെ സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് ആര്? ദയാറാം സഹിനി. 1921. മോഹൻജദാരോ എന്ന സിന്ധു നദീതട കേന്ദ്രം കണ്ടെത്തിയത് ആര്? RD ബാനർജി. 1922. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് 1904. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് കഴ്സൺ പ്രഭു ആണ്. ഹാരപ്പ, മോഹൻജദാരോ എന്നീ സിന്ധു നദീതട കേന്ദ്ര പ്രദേശങ്ങൾ ഇന്ന് ഏതു രാജ്യത്താണ്? പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോ. പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സിന്ധു നദീതട കേന്ദ്രം ഹാരപ്പ. ഏറ്റവും ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശം ഹാരപ്പ. സിന്ധു സംസ്കാരത്തിന്റെ മർമ്മകേന്ദ്രമായിരുന്ന പ്രദേശം ഹാരപ്പ. ഏറ്റവും വലിയ സിന്ധു നദീതട കേന്ദ്രം ഹാരപ്പ. മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മല എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതുന്ന സിന്ധു നദീതട പ്രദേശം മോഹൻജദാരോ. മഹത്തായ പത്തായപ്പുര, മഹത്തായ സ്നാനഘട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോ. ഇഷ്ടിക പാകിയ വീഥികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും വ്യക്തമായ അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് ശ്രദ്ധേയമായ സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോ. സിന്ധു നിവാസികളുടെ തുറമുഖ കേന്ദ്രം ലോത്തൽ ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഏതു സംസ്ഥാനത്ത്? ഗുജറാത്ത്. കാലിബംഗൻ എന്ന സിന്ധു കേന്ദ്രം ഏതു സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം പശുപതി. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവം മാതൃദേവത. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം കാള. സിന്ധു നിവാസികൾക്ക് പരിചിതമില്ലാത്ത മൃഗം കുതിര. സിന്ധു നിവാസികൾക്ക് പരിചിതമല്ലാതിരുന്ന ലോഹം ഇരുമ്പ്. സിന്ധു നിവാസികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന അക്കം 16. ലോകത്താദ്യമായി ചെമ്പ് ഉപയോഗിച്ച ജനത സിന്ധു നിവാസികൾ. കുശവന്റെ ചക്രം ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ്? സിന്ധു സംസ്കാരം. സിന്ധു നിവാസികളുടെ പ്രധാന വരുമാന മാർഗം കൃഷി. സിന്ധു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആസൂത്രണ നഗരങ്ങൾ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡർ. ആര്യന്മാർ മധ്യ ഏഷ്യയിൽ നിന്ന് വന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ചരിത്രകാരൻ മാക്സ് മുള്ളർ. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മാക്സ് മുള്ളർ. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ. ആര്യന്മാർ
ആർട്ടിക് മേഖലയിൽ നിന്ന് വന്നവരാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ബാലഗംഗാധര തിലക്. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്തത് ആര്? ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ ആദ്യമായി ആര്യന്മാർ പാർപ്പുറപ്പിച്ചത് എവിടെ? പഞ്ചാബിൽ. ആര്യന്മാരുടെ വരവ്, ജീവിതരീതി എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഋഗ്വേദം. വേദങ്ങളുടെ രചയിതാക്കൾ ആര്യന്മാർ. വേദങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ഏതു ഭാഷയിലാണ്? സംസ്കൃതം. ഏറ്റവും പഴക്കമുള്ള വേദം ഋഗ്വേദം. ഏറ്റവും ബൃഹത്തായ വേദം അഥർവവേദം. വേദങ്ങൾ എത്ര എണ്ണം? 4. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ് ഉള്ളത്? ഋഗ്വേദം. അഗ്നിമീളേ പുരോഹിതം എന്നാരംഭിക്കുന്ന വേദം? ഋഗ്വേദം. ഇൻഡോ യൂറോപ്യൻ പരിഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഋഗ്വേദം. ചാതുർവർണ്ണ്യത്തെ, അതായത് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദം ഋഗ്വേദം. ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ട്? 10. ഋഗ്വേദത്തിൽ ചാതുർവർണ്ണ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മണ്ഡലം പുരുഷ സൂക്തം, അതായത് 10ാം മണ്ഡലം. ഋഗ്വേദത്തിൽ എത്ര സ്തോത്രങ്ങളുണ്ട്? 1028. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഇന്ത്യൻ നദി സിന്ധു നദി. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന എന്നാൽ ഇന്ന് നിലവിലില്ലാത്ത നദി സരസ്വതി. ആര്യന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം യജുർവേദം. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം സാമവേദം. ആയുർവേദം ഏത് വേദത്തിൻ്റെ ഉപവേദമാണ്? അഥർവവേദം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്നത് ഏത് വേദത്തിലാണ്? അഥർവവേദം. ആര്യ കാലഘട്ടത്തിലെ നിയമജ്ഞനാണ് ആര്യകാലഘട്ടത്തിലെ നിയമജ്ഞനാണ് മനു. മനുസ്മൃതിയുടെ കർത്താവ് മനു. ഹിന്ദു സങ്കല്പം അനുസരിച്ച് പുരാണങ്ങൾ എത്ര? 18 പുരാണങ്ങൾ. ഉപനിഷത്തുക്കളുടെ എണ്ണം 108. ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം ഉപനിഷത്തുകൾ. സത്യമേവ ജയതേ എന്ന വാക്യം കടം കൊണ്ടിരിക്കുന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? മുണ്ടകോപനിഷത്ത്. മണ്ഡൂക ശ്ലോകങ്ങൾ ഏത് വേദത്തിലേതാണ്? ഋഗ്വേദം. ഇന്ത്യയിൽ എത്ര ഇതിഹാസങ്ങളുണ്ട്? 2. രാമായണം, മഹാഭാരതം. ഏറ്റവും പഴക്കമുള്ള ഇതിഹാസം രാമായണം. ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ആത്മാവ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ചാൾസ് വിൽക്കിൻസ്. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കേരള വ്യാസൻ, അതായത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം പശു. വേദങ്ങളിൽ വ്രീഹി എന്ന് പ്രതിപാദിക്കപ്പെടുന്നത് നെല്ലിനെയാണ്. ആര്യന്മാരുടെ പ്രധാന വരുമാന മാർഗം കൃഷി. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവൻ അഗ്നി. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 18 ദിവസം. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ജയസംഹിത, ശതസഹസ്ര സംഹിത എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഇതിഹാസം
മഹാഭാരതം. രാജവംശങ്ങളും തലസ്ഥാനങ്ങളും. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പ്രയാഗ്. ചാലൂക്യർ അവരത് വാതാപി. പല്ലവർ അവരത് കാഞ്ചി. പാണ്ഡ്യന്മാർ അവരുടെ തലസ്ഥാനം മധുര. ചേരന്മാർ അവരുടെ തലസ്ഥാനം മഹോദയപുരം. കനിഷ്കൻ അവരുടേത് പുരുഷപുരം അഥവാ പെഷവാർ. ചന്ദ്രഗുപ്ത സെക്കൻഡ് അവരുടെ തലസ്ഥാനം ഉജ്ജയിനി. ഹർഷവർദ്ധനൻ അവരുടെ തലസ്ഥാനം കനൗജ്. ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നു അനുശാസിച്ചത് ആര്? ഗൗതമ ബുദ്ധൻ. ഗൗതമ ബുദ്ധൻ ജനിച്ചത് എന്ന്? BC 563 നേപ്പാളിലെ ലുംബിനിയിൽ. ബുദ്ധൻ്റെ രക്ഷിതാക്കൾ: അച്ഛൻ ശുദ്ധോദനൻ, അമ്മ മഹാമായ. ബുദ്ധൻ്റെ വളർത്തമ്മ പ്രജാപതി ഗൗതമി. ആദ്യത്തെ ബുദ്ധമത സന്യാസി പ്രജാപതി ഗൗതമി. ശാക്യമുനി എന്നറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധൻ. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ജർമ്മൻകാരൻ ഹെർമൻ ഹെസ്സെ. ഗൗതമ ബുദ്ധൻ്റെ ഭാര്യ യശോധര. ഗൗതമ ബുദ്ധൻ്റെ മകൻ രാഹുൽ. ബുദ്ധൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആനന്ദൻ. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ച്? ഗയ, അതായത് ബീഹാറിൽ. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ച്? ഗയ, ഇപ്പോഴത്തെ ബീഹാർ. ബുദ്ധമത വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രം പഗോഡ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാരം ടിബറ്റിലെ ലാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാരം അരുണാചൽ പ്രദേശിലെ തവാങ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധമത അനുയായികളുള്ള രാജ്യം ചൈന. ബുദ്ധപ്രതിമകൾക്ക് പേരുകേട്ട ബാമിയാൻ ഏതു രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. ബോധഗയയിലെ ബോധി വൃക്ഷം മുറിച്ചുകളഞ്ഞ ഗൗഡയിലെ രാജാവ് ശശാങ്കൻ. ബുദ്ധൻ്റെ ജീവിതം, ചരിത്രം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ജാതക കഥകൾ. ജാതക കഥകൾ എത്ര എണ്ണമാണ്? 500. അജന്ത എല്ലോറയിലെ ഗുഹാചിത്രങ്ങൾ പ്രതിപാദിക്കുന്നത് ബുദ്ധൻ്റെ ജീവചരിത്രം, അതായത് ജാതക കഥകൾ. അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങൾക്ക് പേരുകേട്ട ഗുഹാക്ഷേത്രങ്ങൾ എവിടെയാണ്? ഔറംഗാബാദ്, മഹാരാഷ്ട്ര. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? സാരാനാഥ്, ഉത്തർപ്രദേശ്. ബുദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ മഗധ ഭരിച്ചിരുന്ന രാജാവ് ബിംബിസാരൻ. ബുദ്ധൻ മരിച്ചപ്പോൾ മഗധ ഭരിച്ചിരുന്ന രാജാവ് അജാതശത്രു. ബുദ്ധൻ മരിച്ചത് എവിടെ വെച്ചായിരുന്നു? കുശി നഗരത്തിൽ, അതായത് ഉത്തർപ്രദേശിൽ, BC 483. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ. ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ അർണോൾഡ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ അംബേദ്കർ. അഷ്ടാംഗ മാർഗങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ബുദ്ധമതം. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധസാഹിത്യം രചിച്ചിരിക്കുന്ന ഭാഷ പാലി ഭാഷ, പാലി. ബുദ്ധൻ സാധാരണക്കാരോട് സംസാരിച്ചിരുന്ന ഭാഷ അർദ്ധമഗധി. ബുദ്ധമത ഗ്രന്ഥം ത്രിപീഠിക. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് BC 483. വേദി രാജഗൃഹം. നടത്തിയത് അജാതശത്രു. രണ്ടാം ബുദ്ധമത സമ്മേളനം BC 383. വേദിയായത് വൈശാലിയാണ്. നടത്തിയത് കാലാശോകൻ. മൂന്നാം ബുദ്ധമത സമ്മേളനം പാടലീപുത്രം. നടത്തിയത് അശോകൻ. നാലാം ബുദ്ധമത സമ്മേളനം കാശ്മീരിൽ ആണ് നടന്നത്. നടത്തിയത് കനിഷ്കൻ. ഏറ്റവും ഒടുവിലത്തെ ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചാണ്, അതായത് നാലാം ബുദ്ധമത സമ്മേളനം കനിഷ്കൻ നടത്തിയ അവിടെ വെച്ചാണ് ബുദ്ധമതം ഹീനയാന, മഹായാന എന്നിങ്ങനെ രണ്ടായി പിളർന്നത്. അപരനാമങ്ങൾ. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് കൗഡില്യൻ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ അശോകൻ. ദേവനാംപ്രിയ പ്രിയദർശി എന്നറിയപ്പെടുന്നത് അശോകൻ. ശകാരി അല്ലെങ്കിൽ വിക്രമാദിത്യ എന്നറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. കവിരാജ എന്നറിയപ്പെട്ടിരുന്നത് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് സമുദ്രഗുപ്തൻ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീ ശങ്കരാചാര്യ. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടിരുന്നത് കനിഷ്കൻ. ശിലാദിത്യ രാജൻ എന്നറിയപ്പെട്ടിരുന്നത് ഹർഷവർദ്ധനൻ. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ഹുയാങ് സാങ്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്നത് രാജേന്ദ്ര ചോളൻ. തമിഴിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്നത് തിരുക്കുറൽ. ആദിവേദം എന്നറിയപ്പെട്ടിരുന്നത് ഋഗ്വേദം. ജൈനമത സ്ഥാപകൻ വർത്തമാന മഹാവീരൻ. വർത്തമാന മഹാവീരൻ എത്രാമത്തെ തീർത്ഥങ്കരനാണ്? 24-ാമത്തെ തീർത്ഥങ്കരൻ. ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവൻ. 23-ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥൻ. വർത്തമാന മഹാവീരൻ ജനിച്ചത് BC 540 വൈശാലിയിൽ വച്ചാണ്. വൈശാലിയിൽ. വർത്തമാന മഹാവീരന് ജ്ഞാനോദയം ലഭിച്ചത് ജൃംബിക ഗ്രാമത്തിൽ വച്ച്. വർത്തമാന മഹാവീരൻ നിർവാണം പ്രാപിച്ചത് പാവപുരിയിൽ, ഇപ്പോഴത്തെ ബീഹാർ, BC 468. ജൈനമത ഗ്രന്ഥം അംഗങ്ങൾ. ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജൈന സാഹിത്യം രചിച്ചിരിക്കുന്ന ഭാഷ പ്രാകൃത്. വർത്തമാന മഹാവീരൻ്റെ മാതാപിതാക്കൾ: അച്ഛൻ സിദ്ധാർത്ഥൻ, അമ്മ ത്രിശാല. ജൈനമതക്കാരുടെ ആരാധനാ സ്ഥലം അറിയപ്പെടുന്നത് ടെമ്പിൾ അഥവാ ക്ഷേത്രം. വർത്തമാന മഹാവീരൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ജമാലി. ദിഗംബരന്മാരും ശ്വേതംബരന്മാരും
ഏത് മതത്തിൻ്റെ വകഭേദങ്ങളാണ്? ജൈനമതം. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ജൈനമതം സ്വീകരിച്ച മൗര്യ രാജാവ്? ചന്ദ്രഗുപ്ത മൗര്യൻ. പ്രസിദ്ധമായ ജൈന കേന്ദ്രങ്ങളാണ് മൗണ്ട് അബുവിലെ ദിൽവാര ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഖജുരാഹോ. ബ്രഹ്മചര്യം ജൈനമതത്തോട് കൂട്ടിച്ചേർത്തത്? വർദ്ധമാന മഹാവീരൻ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം? BC 326. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ വിദേശ ആക്രമണകാരി? അലക്സാണ്ടർ. ഹൈഡസ്പസ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരെല്ലാം? അലക്സാണ്ടറും പോറസും. BC 326. അലക്സാണ്ടറുടെ ഗുരു? അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടറുടെ പ്രസിദ്ധമായ കുതിര? ബ്യൂസിഫാലസ്. അലക്സാണ്ടർ ഏതു രാജ്യത്തെ രാജാവായിരുന്നു? മാസിഡോണിയ. അലക്സാണ്ടർ അന്തരിച്ചത് എവിടെ വെച്ചാണ്? ബാബിലോണിയയിൽ. BC 323. മരിക്കുമ്പോൾ അലക്സാണ്ടർക്ക് എത്ര വയസ്സായിരുന്നു? 33. ആവശ്യത്തിലുമധികം വൈദ്യന്മാരുടെ സഹായത്താൽ ഞാൻ മരിക്കുന്നു. ഏത് മഹാന്റെ അവസാന വാചകമാണിത്? അലക്സാണ്ടർ. പ്രധാന വർഷങ്ങൾ? BC 326. അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണം. BC 323. അലക്സാണ്ടറുടെ മരണം. BC 261. അശോകന്റെ കലിംഗ ആക്രമണം. BC 58. വിക്രമവർഷം. AD 78. ശകവർഷം. AD 320. ഗുപ്തവർഷം. AD 622. ഹിജറ വർഷം. മൗര്യ രാജവംശ സ്ഥാപകൻ? ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ രാജവംശത്തിന് മുമ്പ് മഗധ ഭരിച്ചിരുന്ന പ്രസിദ്ധ രാജവംശം? നന്ദരാജവംശം. നന്ദരാജവംശം സ്ഥാപിച്ചത് ആര്? മഹാപത്മ നന്ദൻ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മഗധ ഭരിച്ചിരുന്ന രാജവംശം? നന്ദരാജവംശം. അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണകാലത്ത് മഗധ ഭരിച്ചിരുന്ന നന്ദരാജാവ്? ധനനന്ദൻ. ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് നന്ദരാജാവിനെ പരാജയപ്പെടുത്തിയാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്? ധനനന്ദനെ. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ശ്യാമശാസ്ത്രി. ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലുണ്ടായിരുന്ന ഗ്രീക്ക് അംബാസഡർ? മെഗസ്തനീസ്. ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? മെഗസ്തനീസ്. മൗര്യ ഭരണത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് ഇൻഡിക്ക. ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയത് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. പുരാതന ഇന്ത്യയിൽ കനേഷുമാരി സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരി? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നത് ആര്? കൗഡല്യൻ. വിഷ്ണുഗുപ്തൻ എന്നത് ആരുടെ ശരിയായ പേരാണ്? കൗഡല്യന്റെ. അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ്? കൗഡല്യൻ. അർത്ഥശാസ്ത്രത്തിലെ പ്രതിപാദ്യ വിഷയം? രാഷ്ട്രതന്ത്രം. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി? മെഗസ്തനീസ്. കർണാടകയിലെ ശ്രാവണ ബെലഗുളയിൽ വെച്ച്
അന്തരിച്ചു എന്ന് കരുതുന്ന മൗര്യ രാജാവ്. ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നത് ആര്? ബിന്ദുസാരൻ. ബിന്ദുസാരൻ്റെ മകനായി ഏറ്റവും പ്രസിദ്ധനായ മൗര്യ രാജാവ് അശോകൻ. ഇന്ത്യയിൽ ബുദ്ധമതത്തിന് പ്രാചുര പ്രചാരം ലഭിച്ചത് ആരുടെ കാലത്താണ്? അശോകൻ്റെ കാലത്ത്. ദേവനാം പ്രിയ, പ്രിയദർശി രാജ എന്ന് വിശേഷണമുണ്ടായിരുന്ന മൗര്യ രാജാവ് അശോകൻ. അശോകൻ കലിംഗ രാജ്യം ആക്രമിച്ചത് എന്ന്? BC 261. അശോകൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാക്കിയ യുദ്ധം കലിംഗ യുദ്ധം. അശോകൻ്റെ കാലത്തെ മൂന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് എവിടെ? പാടലീപുത്രത്തിൽ. സിലോണിൽ ബുദ്ധമതം പ്രചരിപ്പിച്ച അശോകൻ്റെ മകൾ സംഘമിത്ര. സാരാനാഥ്, അതായത് ഇപ്പോഴത്തെ UPയിൽ അശോകൻ സ്ഥാപിച്ച അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ മൗര്യ രാജാവ് ബൃഹദ്രഥൻ. ഏറ്റവും ഒടുവിലത്തെ മൗര്യ രാജാവ് ബൃഹദ്രഥനെ പരാജയപ്പെടുത്തി സുംഗ രാജവംശം സ്ഥാപിച്ചത് പുഷ്യമിത്ര സുംഗ. കണ്വ രാജവംശത്തിൻ്റെ സ്ഥാപകൻ വസുദേവ കണ്വൻ. ശതവാഹന രാജവംശത്തിൻ്റെ സ്ഥാപകൻ സിമുഖൻ. ഏറ്റവും പ്രസിദ്ധനായ ശതവാഹന രാജാവ് ഗൗതമീപുത്ര ശതകർണി. കുശാന രാജവംശത്തിൻ്റെ സ്ഥാപകൻ കാജുല കാഡ്ഫസിസ്. ഏറ്റവും പ്രസിദ്ധനായ കുശാന രാജാവ് കനിഷ്കൻ. അദ്ദേഹത്തിൻ്റെ കാലയളവ് AD 78 മുതൽ AD 120 വരെ. കനിഷ്കൻ്റെ തലസ്ഥാനം പുരുഷപുര അഥവാ പെഷവാർ. ഇന്ത്യക്ക് പുറത്ത് തലസ്ഥാനവുമായി ഉത്തരേന്ത്യ ഭരിച്ച ഭരണാധികാരി കനിഷ്കൻ. ചരകൻ, ശുശ്രുതൻ എന്നീ ആയുർവേദ വര്യന്മാർ ജീവിച്ചിരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കനിഷ്കൻ്റെ. കനിഷ്കൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രസിദ്ധ പണ്ഡിതരാണ് അശ്വഘോഷൻ, നാഗാർജുനൻ, വസുമിത്രൻ. ഏറ്റവും ഒടുവിലത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കനിഷ്കൻ്റെ. ഗാന്ധാര കലാരീതി അഥവാ ഇൻഡോ ഗ്രീക്ക് കലാരീതി വളരെയധികം പ്രോത്സാഹിപ്പിച്ച കുശാന രാജാവ് കനിഷ്കൻ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അശ്വഘോഷൻ. ബുദ്ധമതത്തിൻ്റെ സർവവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന മഹാഭിഭാഷയുടെ രചയിതാവ് വസുമിത്രൻ. ശ്രീബുദ്ധൻ്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവ് കനിഷ്കൻ. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ സംസ്കൃതം. ഗുപ്ത സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മുദ്ര ഗരുഡൻ. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പ്രയാഗ്. കവിരാജ എന്നറിയപ്പെടുന്ന ഗുപ്തരാജാവ് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഗുപ്തരാജാവ് സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനെ
ഇന്ത്യൻ നെപ്പോളിയൻ എന്നു വിശേഷിപ്പിച്ച ചരിത്രകാരൻ വിൻസെന്റ് സ്മിത്ത്. സമുദ്രഗുപ്തന്റെ പ്രസിദ്ധനായ മന്ത്രി ഹരിസേനൻ. അലഹബാദ് ശാസനത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ഗുപ്തരാജാവ് സമുദ്രഗുപ്തൻ. അലഹബാദ് ശാസനത്തിൻ്റെ നിർമ്മാതാവായ സമുദ്രഗുപ്തന്റെ മന്ത്രി ഹരിസേനൻ. ഏറ്റവും പ്രസിദ്ധനായ ഗുപ്തരാജാവ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഉജ്ജയിനി തലസ്ഥാനമാക്കി ഭരിച്ച ഗുപ്തരാജാവ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ശകാരി, വിക്രമാദിത്യൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഗുപ്തരാജാവ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് ബുദ്ധമത സഞ്ചാരി ഫാഹിയാൻ. അദ്ദേഹം എത്തിയത് AD 404 മുതൽ 411 വരെ. ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്ത്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. നവരത്ന ആരുടെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. നവരത്നങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആര്? കാളിദാസൻ. കാളിദാസൻ രചിച്ച നാടകങ്ങൾ: ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം. കാളിദാസൻ രചിച്ച മഹാകാവ്യങ്ങൾ: രഘുവംശം, കുമാരസംഭവം. കാളിദാസന്റെ മറ്റു രചനകൾ: ഋതുസംഹാരം, മേഘസന്ദേശം. മേഘസന്ദേശം ആദ്യത്തെ സന്ദേശകാവ്യമാണ്. ചന്ദ്രഗുപ്ത രാജസദസ്സിലെ ഭവഭൂതിയുടെ രചനകളാണ് ഉത്തര രാമചരിതം. അടുത്തത് മാലതീമാധവം. ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ സദസ്സിലെ ജ്യോതിശാസ്ത്രജ്ഞനായ വരാഹമിഹിരൻ്റെ കൃതികളാണ് ബൃഹത് ജാതക, പഞ്ചസിദ്ധാന്തിക. ചന്ദ്രഗുപ്ത സദസ്സിലെ പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ്റെ രചനയാണ് ആര്യഭടീയം. ഡൽഹിയിലെ മെഹ്റൗളി ഇരുമ്പ് ശാസനം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്തരാജാവ് കുമാരഗുപ്ത. ഏറ്റവും ഒടുവിലത്തെ ഗുപ്തരാജാവ് സ്കന്ദഗുപ്ത. അജന്ത എല്ലോറയിലെ ഗുഹാചിത്രങ്ങൾ പണിതത് ഏതു കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിൽ. ഇതിഹാസങ്ങളും വേദങ്ങളും ഇന്നത്തെ രൂപത്തിലേക്ക്, അതായത് പൂർണ്ണമായത്, മാറിയത് ഏതു കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിൽ. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കു കാരണം ഹൂണന്മാരുടെ ആക്രമണം. ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആയുർവേദ വര്യന്മാർ വാഗ്ഭടനും ധന്വന്തരിയും. വർദ്ധന സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി ഹർഷവർദ്ധനൻ. ശിലാദിത്യ രാജ എന്നറിയപ്പെടുന്നത് ആര്? ഹർഷവർദ്ധനൻ. ഉത്തരേന്ത്യ ഭരിച്ച ഒടുവിലത്തെ ഹിന്ദു ചക്രവർത്തി ഹർഷവർദ്ധനൻ. ഹർഷന്റെ സദസ്സിലെ ആസ്ഥാന കവി ബാണഭട്ടൻ. ഹർഷചരിതം, കാദംബരി എന്നീ കൃതികളുടെ രചയിതാവ് ബാണഭട്ടൻ. പ്രിയദർശിക, രത്നാവലി, നാഗനന്ദ എന്നീ കൃതികളുടെ കർത്താവ് ഹർഷവർദ്ധനൻ. ഹർഷന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹുയാങ് സാങ്. സി യൂക്കി എന്ന ചരിത്രഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഹുയാൻ സാങ്. ഹർഷന്റെ ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന
പ്രധാന സർവകലാശാലകൾ: നളന്ദ, തക്ഷശില. ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ്: പുലികേശി രണ്ടാമൻ. ചാലൂക്യ രാജവംശത്തിൻ്റെ സ്ഥാപകൻ: പുലികേശി ഒന്നാമൻ. ചാലൂക്യന്മാരുടെ തലസ്ഥാനം: വാതാപി. പുലികേശി രണ്ടാമനെ വധിച്ച പല്ലവ രാജാവ്: നരസിംഹവർമ്മൻ രണ്ടാമൻ. പ്രാചീന കാലത്തെ തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് സംഘം. സംഘസാഹിത്യത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത് മധുര. സംഘസാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ച രാജവംശം: പാണ്ഡ്യ രാജവംശം. പാണ്ഡ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം മധുര. സംഘകാല സാഹിത്യ രചനയ്ക്കു ഉപയോഗിച്ച ഭാഷ തമിഴ്. സംഘകാലത്ത് പൊതുവെ ആരാധിക്കപ്പെട്ടിരുന്ന ദേവൻ മുരുകൻ. പരുത്തി വ്യവസായത്തിന് പേരുകേട്ട ചോള തലസ്ഥാനം ഉറയൂർ. ചേരന്മാരുടെ പ്രധാന തുറമുഖം മുസരീസ്. പാണ്ഡ്യന്മാരുടെ ഔദ്യോഗിക മുദ്ര മത്സ്യം. ചോളന്മാരുടെ ഔദ്യോഗിക മുദ്ര കടുവ. ഏറ്റവും പ്രസിദ്ധനായ ചേര രാജാവ് ചെങ്കുട്ടുവൻ അഥവാ ചുവന്ന ചേരൻ. ഏറ്റവും പ്രസിദ്ധനായ പാണ്ഡ്യ രാജാവ് നെടുംചേഴിയൻ. ഏറ്റവും പ്രസിദ്ധനായ ചോള രാജാവ് രാജേന്ദ്ര ചോള. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോള. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണിത ചോള രാജാവ് രാജരാജ ഒന്നാമൻ. ചോള ഗ്രാമ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിലാശാസനം ഉത്തരമേരൂർ ശാസനം. ബൈബിൾ ആദ്യമായി ഏത് ഇന്ത്യൻ ഭാഷയിലാണ് പരിഭാഷപ്പെടുത്തിയത്? തമിഴ്. തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ. തമിഴകത്തെ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികൾ. കോവലൻ, മാധവി എന്നിവരുടെ പ്രേമകഥ പറയുന്ന കൃതി ചിലപ്പതികാരം. ഏറ്റവും പഴക്കമുള്ള വ്യാകരണ ഗ്രന്ഥമായ തോൽക്കാപ്പിയം രചിച്ചത് തോൽക്കാപ്പിയർ. മണിമേഖല രചിച്ചത് സത്തനാർ. ലോകത്ത് ആദ്യമായി ഉപയോഗിച്ച ലോകം ചെമ്പ്. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തിയ കാലഘട്ടം മധ്യശിലായുഗം. മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയത് ഏതു കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗം. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോ. ആര്യന്മാർ ഇന്ത്യയിലെത്തിയ കാലഘട്ടം BC 1500. വിഡ് എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടത് വേദം. നാട്യശാസ്ത്രത്തിൻ്റെ രചയിതാവ് ഭരതമുനി. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വില്യം ജോൺസ്. ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്നത് പാടലീപുത്ര. ജൈനമത ഗ്രന്ഥമാണ് അംഗങ്ങൾ. ജൈനമതത്തിൻ്റെ ആരാധനാലയം ക്ഷേത്രം. ജാതക കഥകൾ എത്ര എണ്ണമാണ്? 500.
അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മഗധ ഭരിച്ചിരുന്ന രാജവംശം നന്ദരാജവംശം. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ഗയ ഏതു സംസ്ഥാനത്തിലാണ്? ബീഹാർ. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണിതത് കൃഷ്ണ ഒന്നാമൻ. ക്ഷിപ്രകോപികളാണെങ്കിലും സത്യസന്ധർ. ഇന്ത്യക്കാരെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വിദേശ സഞ്ചാരി ഹുയാങ് സാങ്. നളന്ദ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? ബീഹാർ. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഏതു സംസ്ഥാനത്താണ്? ഹരിയാന. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം കുശാന വംശം.